ഹായ് ഗായ്സ്, സെക്ഷൻ ഈ എപ്പിസോഡ് 6 സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ജെ ക്ലാസ്സിലിരിക്കുന്നതാട്ടോ. ഇപ്പോൾ ക്ലാസ് പഴയ പോലെ സന്തോഷമൊന്നുമില്ല, എല്ലാവരും അടിയും പിടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ജെയ്ക്ക് ആകെ വിഷമാവും. ഇവിടെ എന്തൊക്കെയോ പ്രശ്നം നടക്കുന്നുണ്ട്, എന്നോട് മാത്രം അവർ പറയുന്നൊന്നുമില്ല. അതെന്താണ് അവരുടെ സീക്രട്ട് എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ഇപ്പോൾ എല്ലാ രാശത്തെ പോലെ അല്ല, ഈ രാശം എന്ത് വലിയ പ്രശ്നം നമുക്ക് മനസ്സിലാവും. അവരുടെ അടുത്ത് പറയാത്തതെന്ന് നമുക്ക് നല്ലപോലെ മനസ്സിലാവും കേട്ടോ. നമ്മുടെ ആണെങ്കിൽ അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ ബാഗ് ഓർക്കുമ്പോഴത്തേനും ബാഗിൽ ചോക്ലേറ്റ് ഇരിക്കണ കാണും. ആ ചോക്ലേറ്റ് എല്ലാം പുറത്തോട്ട് അവൾ വെക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ ആണെങ്കിൽ ചോക്ലേറ്റ് സിയാനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ സിയാൻ ഇത് കാണുമ്പോഴത്തേനും കൊത്തി കയറുവേ, അവൻ എനിക്ക് ഒരെണ്ണം തരാമോ എന്നൊക്കെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും അവൾ പറയും, എൻ്റെ ക്വസ്റ്റിന് ആൻസർ ചെയ്യുവാണെങ്കിൽ നിനക്ക് ഞാൻ ചോക്ലേറ്റ് തരാമെന്ന് പറയും. അപ്പോൾ അവൻ പറയും എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അവൻ തിരിഞ്ഞേക്കും. അപ്പോഴേക്കും അവൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ ആ ചോക്ലേറ്റ് എടുത്തിങ്ങനെ അവരെ കൊത്തി കയറ്റും പോലെ ഓരോന്ന് കാട്ടുക. അപ്പോഴത്തേനും നമ്മുടെ സിയാൻ ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേനും നമ്മുടെ സിയാനാണെങ്കിൽ പറയാമെന്നുള്ള കണക്കിന് വരുമ്പോഴത്തേനും ബാക്കിയുള്ളവർ പറയും നമുക്കിത് പുറത്തുനിന്ന് വാങ്ങാമെന്ന് പറയും. എന്നിട്ട് നമ്മുടെ ആണെങ്കിൽ അവനെ കൊതികയറ്റും പോലെ ഓരോന്ന് കാട്ടുമ്പോഴത്തേനും നമ്മുടെ കേഫർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് മെസ്സേജ് പറയും ഇതത്ര ഫണ്ണൊന്നും അല്ലെന്ന് പറയും. ഇത് കാണുമ്പോഴത്തേനും അവൾ കളിയാക്കി ചിരിച്ചിട്ട് നമ്മുടെ സിയാൻ്റെ അടുത്ത് ഇങ്ങനെ കൊതികയറ്റും പോലെ കാണിച്ചുകൊണ്ടിരിക്കും. ഇതിന് സിയാനെ സഹായമായിട്ട് അവളുടെ അടുത്ത് ചെന്നിട്ട് എനിക്ക് ഒരെണ്ണം തരാമോ എന്ന് ചോദിക്കും. അപ്പോൾ തന്നെ പറയും ഇതിന് നിനക്ക് മൊത്തം ഞാൻ നിനക്ക് തരാം, ഞാൻ ചോദിക്കേണ്ട ക്വസ്റ്റിന് ആൻസർ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോഴത്തേനും ഓക്കെ എന്ന് അവളും പറയും, ഓക്കെ എന്ന് അവനും പറയും. എന്നിട്ട് നമ്മുടെ ജെയുടെ ചെവിയിലാണെങ്കിൽ സിയാൻ പറയും കേഫറും യൂറിയും തമ്മിൽ അടിയാ, കേഫറിന് ഇഷ്ടമുള്ളവർ കേഫറിൻ്റെ സൈഡിലും യൂറിന് ഇഷ്ടമുള്ളവർ യൂറിയുടെ സൈഡിലും ആയിട്ട് നിൽക്കുമായി പോകുന്നു. ഇങ്ങനെ അത് മാത്രം പറയും കേട്ടോ. ബാക്കി പറയാൻ എന്തുകൊണ്ടാണെന്ന് പറയാൻ വരുമ്പോഴത്തേനും ബാക്കിയുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും. അപ്പോൾ നമ്മുടെ സിയാന് പ്രശ്നമെന്ന് കാണുമ്പോഴത്തേനും നമ്മുടെ ചേച്ചി അവൻ ആ ചോക്ലേറ്റ് കൊടുത്തിട്ട് അവനെ പറഞ്ഞു വിടുവേ. അപ്പോഴേക്കും ക്ലാസ്സിലേക്ക് സാറ് വരും. സാറ് വന്നിട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്തു. സാറ് വന്നിട്ട് പേപ്പർ എല്ലാവർക്കും കൊടുക്കും, അവർക്ക് എക്സാം ആണേ. അവർ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞിട്ട് നമ്മുടെ ആണേ ലാസ്റ്റ് ഇറങ്ങുവാണേ. അപ്പോൾ തന്നെ സാറ് വന്നിട്ട് പഴയ സ്കൂളിൽ പോയി സൈൻ മേടിച്ചിട്ട് വരണം കേട്ടോ എന്ന് പറയും. അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്താ വെച്ചാൽ നമ്മുടെ ചേച്ചിനാണെങ്കിൽ അവൾ വീട്ടിലോട്ട് വന്നു കേട്ടോ. നമ്മുടെ ചേച്ചിയാണെങ്കിൽ സിയാന് മെസ്സേജ് അയച്ചേക്കുവാണേ. എന്നിട്ട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് കറക്റ്റ് ആൻസർ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ സിയാൻ അവളെ വിളിച്ചിട്ട് പറയും നീ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ആൻസർ പറയാൻ കഴിയില്ല, വലിയ പ്രശ്നം ഉണ്ടാവും, എന്നോട് ക്ഷമിക്കുമെന്ന് പറഞ്ഞ് സോറി പറഞ്ഞിട്ട് അവൻ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുവേ. അപ്പോഴേക്കും നമ്മുടെ എല്ലയാണെങ്കിൽ ചേച്ചിയുടെ റൂമിലോട്ട് വന്നേക്കുവാണേ. അവൾ ആദ്യം വരണോ വേണ്ടോ എന്ന് ആലോചിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ എന്തായാലും അവളുടെ അടുത്ത് വന്നിട്ടേ കാര്യമുള്ളൂ എന്നറിയാതുകൊണ്ട് അവളുടെ റൂമിലോട്ട് വന്നിട്ട് നൈസ് റൂം എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ചേച്ചി ചോദിക്കും ഇപ്പോൾ എന്തിനാ എൻ്റെ റൂമിലോട്ട് വന്ന് ചോദിക്കുമ്പോഴത്തേനും അവൾ പറയും നീ കേഫറുമായിട്ട് ഇപ്പോൾ റിലേഷനിലാണല്ലേ, ഇപ്പോൾ യൂറിയായിട്ടുള്ള കല്യാണത്തിൻ്റെ കാര്യം എന്തിനാ സമ്മതിച്ച് ചോദിക്കുമ്പോഴത്തേനും നമ്മുടെ ചേച്ചി പറയും അത് നീ അവനോട് ചോദിക്കാൻ പറയും. അപ്പോഴത്തേനും എല്ലാണെങ്കിൽ ആ റിങ്ങിൻ്റെ ബോക്സ് എടുത്തിട്ട് യൂറിയാണ് എന്തോ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലാണ്ട് ഇങ്ങനെയൊന്നും നിൽക്കത്തില്ല, നീ അവനെ ഹേർട്ട് ചെയ്യല്ലെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേനും ചേച്ചിയെ കളിയാക്കിക്കൊണ്ട് ചോദിക്കും ഇത് ആര് ഈ പറയുന്നേ, ആരെ ആദ്യം അവനെ ഹേർട്ട് ചെയ്തെന്ന് ചോദിച്ചുകൊണ്ട് അവളെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും എല്ലാം പറയും നിനക്ക് മൊത്തം ആ കാര്യം എന്താണെന്ന് അറിയത്തില്ല, അറിയാണ്ട് കാര്യങ്ങൾ പറയില്ലെന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ആണെങ്കിൽ അവളെ റൂമിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് നീ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പറയും. അപ്പോൾ നമ്മുടെ എല്ലാം പറയും നിനക്ക് എന്നെപ്പറ്റി മൊത്തം അറിയത്തില്ലെന്ന് പറയുമ്പോഴത്തേനും ജയയും പറയും എന്നെക്കുറിച്ച് നിനക്ക് മുഴുവനും അറിയില്ല. ആണെങ്കിൽ ചേച്ചിയോട് പറയും നീ ഒരു ടൈം റിഗ്രറ്റ് അടിക്കേണ്ടി വരും കേഫറായിട്ട് റിലേഷനിലായി, ഞാൻ അനുഭവം കൊണ്ട് പറയാമെന്നുള്ള കണക്ക് പറയുമ്പോഴത്തേനും ജയ അവളെ ഒരുമാതിരി കളിയാക്കി വിടും കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി റീട്രീറ്റിന് വന്നിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോഴത്തേനും നമ്മുടെ ഫ്രേയ ബൈക്കേയും കൂടി എല്ലാവരും നടന്നു വരുന്നുണ്ട്. ഫ്രേക്കാണ് ഇവിടെ നിൽക്കുന്നതൊന്നും ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. അപ്പോൾ അവളിങ്ങനെ ഒരു ഷോ കാണിച്ച് നടന്നു കാണുമ്പോഴത്തേനും ഇവരൊക്കെ കളിയാക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ പിള്ളേരെല്ലാവരും കൂടി ഹാപ്പി ആയിട്ട് ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സീനാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് നൈറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്യാമ്പിന് വന്നേക്കല്ലേ, അപ്പോൾ ടെൻ്റൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മുടെ ചേച്ചിക്ക് കഴിയുന്നില്ല. ചേച്ചിക്ക് പറ്റാത്തതുകൊണ്ട് കേഫറാണ് അവളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോഴേക്കും കേഫറിൻ്റെ അടുത്ത് ചേച്ചി പറയും നാളെ ഞാൻ എൻ്റെ പഴയ സ്കൂളിലോട്ട് പോവുക, ഒരു സൈൻ വാങ്ങിക്കാണ്ടെന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ സിയാൻ പറയും ഞാനും വരുന്നുണ്ടെന്ന്. അപ്പോൾ ചേച്ചിക്ക് അത് വേണ്ടെന്നുള്ള കണക്ക് പറയുമ്പോഴത്തേനും കേഫറും യൂറിയും പറയും ഞങ്ങളും വരുമെന്ന് പറയും. അപ്പോഴത്തേനും ചേച്ചി വേണ്ടെന്നുള്ള കണക്ക് പറയണതുകൊണ്ട് നീ ഒറ്റയ്ക്ക് പോയാൽ സേഫ് അല്ല, നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവരുത്, ഞങ്ങളും വരുന്നു ഇങ്ങനെ പിടിവാശി എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കാണുമ്പോഴത്തേനും ചേച്ചി നിങ്ങൾ രണ്ടുപേരും ചേച്ചിയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വാശി എടുത്താൽ ശരിയാവില്ലല്ലോ, അവന്മാരെ എണീക്കണിക്ക് മുമ്പ് ഏറ്റി പോകണം എന്നുള്ള കണക്ക് അവൾ പ്ലാൻ ചെയ്യുവേ. അപ്പോഴേക്ക് സിയാൻ ഫുഡ് എടുത്ത് വെക്കണാകുമ്പോഴത്തേനും ചേച്ചി അവിടേക്ക് ഓടും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ എഡ്രിക്സിൻ്റെ അടുത്ത് കേഫർ പറയും അവളെ നിന്ന് നോക്കണം എന്ന്.
അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്താ വെച്ചാൽ നമ്മുടെ ചേച്ചിയാണെങ്കിൽ ആരെയും കൂട്ടാണ്ട് പഴയ സ്കൂളിലോട്ട് പോയേക്കുവാണ്. ചേച്ചി നീയാണോ, നീ ഇവിടെ പഠിക്കാൻ പിന്നെ വന്നേക്കുവാണോ, എങ്ങനെയുണ്ടെന്നുള്ള കണക്ക് ചോദിക്കുമ്പോഴത്തേനും അവൾ പറയും ഞാൻ ഇവിടെ പഠിക്കാൻ വന്നതൊന്നല്ലെന്ന്. അവളും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേനും ഇപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേനും പഴയ ആൾക്കാരൊക്കെ പോയി, പക്ഷേ പുതിയ ഒരാൾക്കാരൊക്കെ വന്നു അങ്ങനെയൊക്കെ പറയേ. എന്നിട്ട് ആ പുള്ളി ചോദിക്കും സൈറസ് എൻ്റെ ബോയ് ഫ്രണ്ട് അല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേനും അവൾ മൈൻഡിൽ ഇങ്ങനെ ആയിരിക്കും പുള്ളി അറിഞ്ഞല്ലോ എൻ്റെ ബോയ് ഫ്രണ്ട് അവനായിരുന്നു എന്ന്. അപ്പോൾ അവൾ പറയും ഇനി മുതൽ അവൻ എൻ്റെ ബോയ് ഫ്രണ്ടൊന്നും അല്ലെന്നും ഇങ്ങനെ പറയുവേ. അപ്പം പുള്ളി നല്ല കാര്യമെന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് സൂക്ഷിച്ച് പോകാനെന്ന് പറയുവേ. അപ്പോഴത്തേനും നമ്മുടെ ചേച്ചി നടന്നു പോകും കേട്ടോ. എന്നിട്ട് അവൾ തിരിഞ്ഞ് വന്നിട്ട് പുള്ളിയുടെ അടുത്ത് സോറി ചോദിക്കും ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ പുള്ളിയും പറയും അതൊന്നും കുഴപ്പമില്ല, നീ സേഫായിട്ടിരിക്കുന്നുള്ളതൊക്കെ പറയേ. അപ്പോൾ നമ്മുടെ ചേച്ചിയും തിരിച്ചതേപോലെ പറഞ്ഞിട്ട് അവൾ തിരിച്ചൊരു റൂമിലോട്ട് പോകും കേട്ടോ. അപ്പോൾ അവളാണെങ്കിൽ ആരെ കാണല്ലെന്ന് വിചാരിച്ചോ ആ ആളുടെ മുന്നിൽ തന്നെ വന്ന് വീഴും കേട്ടോ, സൈറസിൻ്റെ അടുത്ത്. അപ്പോഴത്തേനും അവനാണെങ്കിൽ അവളെ കാണുമ്പോഴത്തേനും അവളെ ഭിത്തിയിലോട്ട് ചേർത്ത് അവളെ കഴുത്തെ പിടിച്ച് ഞെക്കാൻ തുടങ്ങും കേട്ടോ. സൈറസ് ആണെങ്കിൽ നമ്മൾ ചേച്ചിയോട് പറയും നീ തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, കാരണം തന്നെ അത്രയ്ക്ക് മിസ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അവളെ കഴുത്തെ പിടിച്ച് ഞെക്കിയിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേനും ചേച്ചി എന്നെ വിടുന്നു ഇങ്ങനെ പറയേ. അപ്പോഴത്തേനും നമ്മുടെ സൈറസ് ആണെങ്കിൽ അവളെ നിലത്തിട്ടിട്ട് പോകും കേട്ടോ. എന്നിട്ട് അപ്പോഴേക്കും നമ്മുടെ ചേച്ചി ആകെ എന്തോ പോലെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും മിസ്സ് വരും. എന്നിട്ട് മിസ്സ് വന്നിട്ട് ചേച്ചി എടുത്തിട്ട് എന്താ വന്നതെന്നൊക്കെ ഉള്ളതൊക്കെ ചോദിക്കുമ്പോഴത്തേനും മിസ്സിൻ്റെ കയ്യിൽ ആ പേപ്പർ കൊടുക്കും. അപ്പോൾ മിസ്സ് നിനക്കിപ്പോൾ നല്ല ബഹുമാനമൊക്കെ ആയാലും ഇപ്പം പണ്ടങ്ങനെ ഇല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴത്തേനും ചേച്ചി ഫുള്ള് ഇങ്ങനെ മൈൻഡ് ഔട്ടായിട്ട് അവളിങ്ങനെ പുറത്തോട്ട് ഒന്നും മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ പോവുകയാണ്. എന്നിട്ട് അവൾ ആകെ മൈൻഡ് വിട്ടിങ്ങനെ നടന്നു പോകുമ്പോഴത്തേനും സൈറസ് പിന്നെ അവളുടെ കൈ കയറി പിടിച്ചിട്ട് അവളിങ്ങനെ പിടിച്ച് പിന്നെയും വലിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ചേച്ചി എന്നെ വിടുന്ന് പറഞ്ഞൊരു ഇടി കൊടുക്കും. അപ്പോഴത്തേനും നമ്മുടെ ചേച്ചേനാണെങ്കിൽ അവിടെയുള്ള കുറേ ചെറുക്കന്മാർ പിടിച്ച് നിർത്തിയിട്ട് അവളെ ഇങ്ങനെ തല്ലാനൊക്കെ വരും കേട്ടോ, സൈറസും അവൾമാരൊക്കെ കൂടി. അപ്പോൾ ചേച്ചി എന്നെ വെറുതെ വിടുന്നിങ്ങനെ പറയുമ്പോഴത്തേനും അവൻ പറയും ഇതുപോലെ തന്നെ ആയിരുന്നു എനിക്കും ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ച് അടിക്കും കേട്ടോ. പിന്നെ അടിക്കാനിങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ യൂറിയും കെയ്ഫറും കൂടി അവനെ പിടിച്ചടിക്കും. എന്നിട്ട് നോക്കുമ്പോഴത്തേനും എന്താ നമ്മുടെ സെക്ഷനിലെ ചെക്കന്മാരെല്ലാം വന്നിട്ട് ആ ചെറുക്കന്മാരെല്ലാം പിടിച്ചടിക്കും. അപ്പോഴേക്കും നമ്മുടെ സൈറസ് ആണെങ്കിൽ അവന്മാരോട് ചോദിക്കും നിൻ്റെയൊക്കെ ആരാ ജയിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേനും അവന്മാർ പറയും ജെ ഞങ്ങളുടെ ഫ്രണ്ടാണ്, ഞങ്ങളുടെ ഫാമിലിയിൽ ഒരാളാണ്, ഞങ്ങളുടെ സ്വത്താണ്. അപ്പോഴത്തേനും ലാസ്റ്റ് കെയ്ഫർ പറയും അവൾ എൻ്റെയാണെന്ന് അങ്ങനെ പറയേ. അപ്പോഴേക്കും അവൻ പറയും നിങ്ങളല്ല ചേച്ചീനെ എൻ്റെ തൊട്ട് പറഞ്ഞിട്ട് ഞാൻ അവളുടെ ഫോട്ടോ വരെ എടുത്തിട്ടുണ്ടെന്ന് എന്തെങ്ങനെ പറയുമ്പോഴത്തേനും ഇവന്മാർ പിടിച്ച് അവനെ നല്ലപോലെ അടിക്കും. അപ്പോഴേക്കും നമ്മുടെ ചേച്ചിയാണെങ്കിൽ അവനെ അടിക്കില്ല, അവൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് കുറച്ചേ ആയുള്ളൂ എന്നിങ്ങനെ പറയേ. അപ്പോഴത്തേനും നമ്മുടെ ചെറുക്കന്മാരൊക്കെ ഹോസ്പിറ്റലിലോട്ട് തന്നെ തിരിച്ച് വിടേണ്ടി വരുമല്ലോ എന്നൊക്കെ ഉള്ള കണക്ക് കളിയാക്കി ഇങ്ങനെ ഓരോന്ന് പറയുവേ. അപ്പോഴേക്കും നമ്മുടെ കെയ്ഫറാണെങ്കിൽ ജയജനെ എടുത്തുകൊണ്ട് പോയിട്ട് പോകുന്ന വഴിക്ക് അവൾക്കൊരു കിസ്സൊക്കെ കൊടുക്കും കേട്ടോ. അത് കാണുമ്പോൾ നമ്മുടെ യൂറിക്ക് ഒത്തിരി സങ്കടമാവും. അത് കഴിഞ്ഞ് കാണിക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം ഫുഡ് കഴിക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ ചേച്ചിയാണെങ്കിൽ അവിടെ ഇരിക്കുമ്പോഴത്തേനും ഡേവിഡ് എന്ന് ചോദിക്കും ഹോസ്പിറ്റലിൽ പോകണോ, കുഴപ്പമുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോഴത്തേനും അവൾ പറയും കുഴപ്പമൊന്നുമില്ല, ഹോസ്പിറ്റലൊന്നും പോകണ്ട, ഇവിടെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞ് അവൾ ഹോസ്പിറ്റലിൽ പോകാണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ യൂറി ആണെങ്കിൽ ചേച്ചിയുടെ ഫ്രണ്ടിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന കെയ്ഫറിന് കുശുമ്പ് വന്നിട്ട് അവൾക്ക് ഫുഡൊക്കെ എടുത്ത് കൊടുത്തിട്ട് അവളുടെ അടുത്ത് വന്നിരിക്കും കേട്ടോ. എന്നിട്ട് പറയും നീ ഇനി പുറത്തുനിന്ന് എവിടെയും പോവുകയാണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയും. അപ്പോൾ അവൾ ചോദിക്കും അതെന്തിനാ അങ്ങനെ നോക്കുമ്പോഴത്തേനും ഇപ്പം തന്നെ നീ ഉണ്ടായത് കണ്ടില്ലേ, എന്തൊക്കെ വലിയ പ്രശ്നം ഉണ്ടായേ, ഞങ്ങളെല്ലാവരും നീ കാണാറുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളിങ്ങനെ ഓരോന്ന് പറയും കേട്ടോ. അവനിങ്ങനെ ഓരോന്ന് പറയും കേട്ടോ.